എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. മുടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിനും അതുപോലെ മുടി പൊഴിച്ചിലുണ്ടാവുന്നതിനും അമിതമായിട്ടുള്ള താരനും ചൊറിച്ചിലും മുടി തുമ്പ് പൊട്ടുന്നതിനും അങ്ങനെ തുടങ്ങി മുടിയെ സംബന്ധിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും നല്ലൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത്. നല്ലൊരു ഹെയർ ഡേയും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഏത് പ്രായക്കാരുടെ മുടി നര മാറാനും അതുപോലെ മുടി സമൃദ്ധമായിട്ട് ഏത് പ്രായത്തിൽ വളരാനും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ നല്ലൊരു ചീനിച്ചട്ടി എടുക്കാം. നല്ലതെന്ന് വെച്ചാൽ നല്ലപോലെ തുരുമ്പായിട്ടുള്ള ചീനിച്ചട്ടി കേട്ടോ. അതിലേക്ക് 1-2 സ്പൂൺ അളവിൽ തേങ്ങ ചിരിക്കുന്നത് അല്ലെങ്കിൽ തേങ്ങ കൊത്തായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് തേങ്ങ. പക്ഷേ അത് നമ്മുടെ മുടിയെ സംരക്ഷിച്ചോളം ഒട്ടും പിന്നിലല്ല. മുടിയുടെ നര മാറാനും മുടി സമൃദ്ധമായിട്ട് വളരാനും ഒക്കെ. അതിനെ നമ്മൾ നല്ല പോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വെറും 2 ചേരുവകൾ കൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഉലുവയും കരിഞ്ജീരകവും ഇവ രണ്ടും ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഈ വെറും 3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പൗഡർ തയ്യാറാക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ തയ്യാറാക്കുന്നത്. എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചേരുവകളൊക്കെ എല്ലാം തന്നെ സെയിം തന്നെയാണ്. അതിനും ഇതിനെ നല്ല പോലെ നമ്മൾ വറുത്ത് നല്ല പോലെ നമ്മൾ പൊടിച്ച് അരിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത്. അന്നേരം ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കരിഞ്ജീരകവും ഉലുവയും അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറമാണ്. 1-2 മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ആ ഒരു തൽക്കാലത്തിന് മാത്രമേ ഉള്ളൂ ആ ഒരു നര മാറുന്നത്. കിളിർത്ത് വരുന്ന മുടി അതുപോലെ നരച്ച് തന്നെ ആയിരിക്കും വരുന്നത്. ആ ഒരു പൗഡറിലേക്ക് ലേശം തേയിലവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ തേയിലവെള്ളമാണ്. അതിലേക്ക് പുളിച്ച കഞ്ഞിവെള്ളം, ഉപ്പിടാത്ത പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ തേയിലവെള്ളം മാത്രം തലമുടി തേച്ചാൽ നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ പുളിച്ച വെച്ചാൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അന്നേരം ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം നമ്മുടെ തലമുടിയിലും തലയൊട്ടിയിലും തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. നിലവിലുള്ള മുടിയൊക്കെ കുറച്ചുകൂടെ തിക്കായിട്ട് തോന്നും. നല്ല ഷൈനിയായിട്ട് മുടി സമൃദ്ധമായിട്ട് വളരാൻ ഏറ്റവും നല്ലതാണ്. ഈ ഒരു പൊടിയിൽ തേയില വെള്ളവും നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളവും ചേർത്ത് മിക്സ് ചെയ്തതിനോടൊപ്പം തന്നെ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1-2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. നല്ല പോലെ മിക്സ് ചെയ്യുക. ലേശം കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. എന്നാൽ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് തിക്കാവാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അങ്ങനെയാണ് ഈ ഒരു ഡൈയുടെ ഒരു പരുവം എന്ന് പറയുന്നത്. ഈ ഒരു ഡൈ നമുക്ക് പിറ്റേ ദിവസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് ഉപയോഗിച്ച് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. ഇരുമ്പിൻ്റെ പാത്രമില്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറിയൊരു കഷ്ണം ആണിയോ സ്ലൈഡോ നമ്മൾ തയ്യാറാക്കുന്ന ഡൈയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. ഒരു രാത്രി മുഴുവൻ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് സോപ്പിനായിട്ടാണ്. അതൊരു ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതുക്കാൻ വെച്ചതാണ്. അന്നേരം തന്നെ നല്ല പോലെ പത വന്നിട്ടുണ്ട്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണ് തയ്യാറാക്കുന്നത്. നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ളതുമായിട്ടുള്ളത്. സോപ്പിനായിട്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമുക്ക് ഷാമ്പൂവിന് ഒരു എഫക്റ്റ് കിട്ടും. നല്ല പോലെ പത വരാനും അഴുക്കൊക്കെ നല്ല പോലെ മാറാനും നല്ലൊരു താളി എഫക്റ്റ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലതായിട്ട് മുടിക്ക് എല്ലാം കൊണ്ടും നല്ലതാണ്. യാതൊരുവിധമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു കുരു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഭയങ്കര പാടാണ്. ഇതിൻ്റെ പൗഡറും കിട്ടും, ഇതുപോലെ സോപ്പിനായിട്ടായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഫ്ലാക്സ് സീഡ് അത് 1-2 സ്പൂൺ അളവിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ റോസ്മേരി ലീവ്സ് അത് നമുക്ക് 1-2 സ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഫ്ലാക്സ് സീഡും ഇതൊക്കെ നമുക്ക് മിക്ക കടകളിലും ഈ പലചരക്ക് കടകൾ പോലുള്ളിടത്ത് കിട്ടാറുണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ശിക്കക്കായ എന്ന് പറയുന്നൊരു പൗഡറാണ് കേട്ടോ. അതൊരു കായായിട്ട് കിട്ടും. ഇതിപ്പോൾ എനിക്ക് പൗഡറായിട്ടായിട്ട് കിട്ടുന്നത്. ഇത് അങ്ങാടിക്കടയിൽ നിന്നാണ് സോപ്പിനായിട്ടും ശിക്കക്കായ പൗഡറും വാങ്ങിച്ചേക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 3 സ്പൂൺ അളവിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഷാമ്പു ആണ് കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിക്കുന്നുണ്ട്.
ഏറ്റവും നല്ലതാണ്. ഇത് മുടി സമൃദ്ധമായിട്ട് വളരാനും മുടി പൊഴിച്ചിൽ മാറാനും താരനെല്ലാം മാറാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ നെല്ലിക്ക പച്ചനെല്ലിക്ക അരച്ച് ചേർക്കുക. ഇപ്പോൾ നമ്മൾ ഇതെല്ലാത്തും ചേർക്കുന്നതെല്ലാം ഉണക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കാരണം നെല്ലിക്ക എൻ്റെ കൈക്ക് ഒരു പിടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും അങ്ങാടിക്കടയിൽ നിന്നാണ്. നെല്ലിക്ക പൗഡർ ആണെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ നെല്ലിക്ക ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. പിന്നെ കരിഞ്ജീരകം അതൊരു 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഉലുവ അതും 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് മുടി സമൃദ്ധമായിട്ട് വളരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഷാമ്പൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പില ഉണങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേപ്പില ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ സമയത്ത് ഉണക്കി വെച്ചിരുന്നതാണ്. നമ്മുടെ കൈക്ക് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ, പേൻ ശല്യം, ഈര് അങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ്. പിന്നെ മൈലാഞ്ചിയുടെ ഇല അതും നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കുറേയേറെ കിട്ടുന്ന സമയത്ത് നമ്മളിതുപോലെ ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ചേർക്കാം, പിന്നെ മുരിങ്ങയില ഉണ്ടെങ്കിൽ അതൊക്കെ ഉണക്കിയതുണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ തുളസി ഇല, പനിക്കുറുക്കയില അങ്ങനെയൊക്കെ നമുക്ക് ഉണക്കി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഉണക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് ഇത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ. ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. അന്നേരം ബീട്രൂട്ടിൻ്റെ പൗഡർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണക്കൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ലാഭത്തിൽ ബീട്രൂട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാം. ഇതിൽ വേറെ ഒരു ചെറുവയും ചേർത്തിട്ടില്ല, ബീട്രൂട്ട് മാത്രം ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡറാണ്. 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ചെറുവയും ഒന്നിനൊന്നിന് മികവുറ്റതാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഏത് പ്രായക്കാർക്കും ഉറപ്പായിട്ട് മുടി വളരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മുടി നരയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമിതമായിട്ട് മുടി പൊഴിയുന്നുണ്ട്, താരനുണ്ട്, ചൊറിച്ചിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കൃത്യമായിട്ട് കാരണമുണ്ട് കേട്ടോ. ആ ഒരു കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എൻ്റെ മുടി ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു, അതുപോലെ അങ്ങേങ്ങാട്ട് മുടി നരയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം ഞാൻ എൻ്റെ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ 2-3 തവണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ ഒരു മുടിയെ കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾ തേയില 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്രാമ്പ് ഒരു 3-4 കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തിളപ്പിച്ച് ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു സത്ത് മൊത്തം വരണം. അന്നേരം അത്രയും നേരം നമ്മളൊന്ന് ചെറിയ തീയിലിട്ടും തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചിടും. കാരണം ഈ ഒരു സോപ്പിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പോലെ പതഞ്ഞിങ്ങനെ പൊന്തി വരും. അതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് തിരുമിയെടുക്കുമ്പോൾ തന്നെ നല്ല പോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് സമയമുള്ളവരാണെങ്കിൽ ഇതിൽ ആ ഒരു നീര് മാറ്റിയിട്ട് ആ ഒരു ഇതുണ്ടല്ലോ മറ്റ് കാര്യങ്ങൾ നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം കൂടെ മിക്സിയുടെ ജാറിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിനൊരു തുണി ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അത് മാക്സിമം അതിൻ്റെ സത്തുക്കൾ മൊത്തം നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് കൈ കൊണ്ട് അതങ്ങ് പിഴിഞ്ഞ് മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ല പതയും നമുക്ക് പറയണക്ക് ഒരു റോസ്മേരി ലീവ്സും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു ഷാമ്പൂവിൻ്റെ അത്രയും മണമൊന്നുമില്ലെങ്കിലും നല്ല പതയുണ്ട്, നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഡൈ ആണെങ്കിലും ഷാമ്പൂ ആണെങ്കിലും പാക്കാണെങ്കിലും അതിനെക്കാട്ടിലൊക്കെ നാച്ചുറലായിട്ടുള്ളൊരു നല്ലൊരു എഫക്റ്റ് കിട്ടും. മുടി പൊഴിച്ചിലിന് നല്ലൊരു പ്രതിവിധിയാണ്. താരനും എല്ലാത്തിനും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. നമുക്ക് ഇവിടെ മുടി പൊഴിയാൻ കൃത്യമായിട്ട് അമിതമായിട്ടുള്ള പൊഴിച്ചില്ല. സാധാരണ നമുക്ക് മുടി പൊഴിയും എന്നതിലും അപ്പുറം സാധാരണയിലപ്പുറം മുടി പൊഴിയുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ആ ഒരു വേസ്റ്റൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് അരച്ച് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു പാക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം. സമയമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എന്നിട്ട് ആ ഒരു നീര് മാത്രം ആ ഒരു നമ്മുടെ ഷാമ്പു മാത്രം ഞാൻ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുകയാണ്, ഒട്ടും തരിയില്ലാത്ത രീതിയിൽ. അന്നേരം നല്ല പോലെ അരിച്ചെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ 2-3 ദിവസത്തിന് കേടാവില്ല. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ മുട്ട ചേർത്തിട്ട് നമുക്ക് തലമുടിയിൽ തേച്ച് കൊടുക്കാം, തൈര് ചേർക്കാം. ഷാമ്പൂവിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. ഇത് മാത്രം തേച്ചാൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് മികവുറ്റതാണ്. താരനും ചൊറിച്ചിലും പേൻ്റെ ശല്യം അങ്ങനെ തുടങ്ങി മുടിയെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു. ഇതിൽ വേറൊരു കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടില്ല. നമുക്കിപ്പം സോപ്പിനായിട്ട് ഞങ്ങളുടെ നാട്ടിലെങ്ങും ഇല്ല. ശിക്കക്കായി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ്. നെല്ലിക്കാണെങ്കിലും നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പാക്കായിട്ട് എടുക്കാം.
നമുക്ക് അത്ര നന്നായിട്ട് അരച്ചിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞിട്ടേ തലമുടി തേക്കാം, അല്ലെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ തലമുടി കഴുകേണ്ടി വരും. ആ ഒരു പൊടിയൊക്കെ തലമുടിയിൽ ഇരുന്നിട്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. മൈലാഞ്ചി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാം. കുപ്പിയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഞാനിതിപ്പോൾ ഒരുപാടൊന്നും തയ്യാറാക്കിയിട്ടില്ല. എനിക്കൊരു 3-4 തവണത്തിന് ഉപയോഗിക്കാനുള്ള ഷാമ്പു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കുറേ ഏറെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ, ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. മിക്ക കാര്യങ്ങളും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്തത് നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടും. തലയോട്ടിയിലും തലമുടിയിലും നല്ല പോലെ മസാജ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തലയോട്ടിയിൽ എന്ത് നമ്മൾ തേക്കുമ്പോഴും കൈയുടെ തുമ്പ് കൊണ്ട്, വിരലിൻ്റെ തുമ്പ് കൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും, മുടി സമൃദ്ധമായിട്ട് വളരും. ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അന്നേരം നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കാം, തൈര് ചേർക്കാം. ഇതിപ്പം ഒത്തിരി ലൂസും അല്ല, എന്നാൽ തിക്കും അല്ല. ഇത് അമ്മയുടെ മുടിയിലാണ് തേച്ച് കൊടുക്കുന്നത്. കുറഞ്ഞതൊരു 1.5 മണിക്കൂറെങ്കിലും ഇത് തലമുടിയിൽ ഇരിക്കണം. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകിക്കളാം. അല്ലെങ്കിൽ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പുവോ താളി ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയാൽ മതി. 2 ദിവസത്തിന് ശേഷം മാത്രമേ ഷാമ്പു ഉപയോഗിക്കാൻ പാടുള്ളൂ. അന്നേരം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഷാമ്പു ആണെങ്കിലും ഡൈ ആണെങ്കിലും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.